ഇന്നിപ്പോൾ 6ാം നാളാണ്. നമുക്ക് പറയുന്ന രാവിലെ മുതൽ പറയുന്നതിൽ സങ്കടമൊക്കെ ഉണ്ടെങ്കിലും കേൾക്കുന്നവർക്കും വിഷമം തോന്നുമെങ്കിലും വലിയ ദുർഗന്ധം ആ ഭൂമികയിൽ, ആ ദുരന്ത ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇനി 6, 7, 8, 9 ദിവസങ്ങൾ പോകുമ്പോൾ അത് സങ്കീർണമാകുന്നതിനും ഉണ്ടാവേണ്ടത് ഒരു പ്രധാനമായി ഈ ഒരു കണക്ക്, എത്ര പേരെ കാണാതായി എന്നുള്ളൊരു മിസ്സിംഗ് കണക്ക് കൃത്യമായി ഉണ്ടാവേണ്ടതുണ്ട്. അത് ഈ ദിവസങ്ങൾ തിരച്ചിലിന് വേണ്ടി മാത്രമല്ല, നേരത്തെ പറയുന്ന പോലെ വരും കാലങ്ങളിൽ അവർക്ക് സഹായം നൽകുന്നതടക്കം എല്ലാ കാര്യത്തിനും അടിത്തറയാവേണ്ട പ്ലാറ്റ്ഫോം ആവേണ്ട കാര്യം ഈ കണക്കാണ്. അത് ഉണ്ടാകുമെന്നതിന് പ്രതീക്ഷ. ഇപ്പോൾ വയനാട് CHCയിൽ നിന്നും പുത്തുമലയിലേക്കുള്ള മൃതദേഹങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. സംസ്കാരം ഇന്ന് അവിടെയാണ്. ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളാണ് കൊണ്ട്. നേരത്തെ മന്ത്രി കെ രാജൻ പറഞ്ഞു, ഏറ്റവും ഒടുവിലും ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ, ഏറ്റവും ഒടുവിലും ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ തിരിച്ചറിയപ്പെടുന്നുണ്ടോ എന്നൊരു ശ്രമം നടത്തുമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിന് സാധ്യമല്ലെന്ന് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ ചാലിയാറിന്റെ തീരത്ത് നീട്ടി മൃതദേഹത്തിന്റെ ചിത്രം കണ്ടിരുന്നു. അങ്ങേയറ്റം വല്ലാത്ത സങ്കടം തോന്നുന്നു. നമുക്ക് നോക്കി നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള അവസ്ഥയാണ്. അതൊക്കെ വല്ലാത്ത വേദനയാണ്. നമ്മുടെ ജീവിതകാലത്തെ ഏറ്റവും വലിയ വേദനകളൊന്ന് എന്ന് ഈ സംഭവത്തെ പറയാം. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. ഷഹദ്, അപ്പോൾ അവരങ്ങോട്ടേക്ക് പോവുകയാണ്. അവർ സർവ്വമത പ്രാർത്ഥന കേൾക്കാൻ പോകുന്നു. ആരാണ് എന്ന് തിരിച്ചറിയപ്പെടാതെ അവർ ഒത്തൊരുമയോടുകൂടി, ആരാണ് തിരിച്ചറിയപ്പെട്ടതാണെങ്കിലും ഒത്തൊരുമയോടുകൂടി ഈ മണ്ണിലേക്ക് തന്നെ മടങ്ങാനും പോകുന്നു അല്പസമയത്തിനകം. ഷഹദ്. ഹാഷ്മി, അങ്ങനെയാണ്. കാരണം നമ്മൾ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുമായിട്ടും, അതായത് ഈ ക്യാമ്പിൽ കഴിയുന്ന മുഴുവൻ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞങ്ങളെല്ലാവരും ഒരു കുടുംബമായിട്ടാണ് ആ മലയിൽ, അവിടെ ചൂരൽ മലയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവരൊരു കുടുംബമായിരുന്നു. ഒരു വിവാഹം കൂടാനായിട്ട് ആ നാടൊന്നാകെ ഒന്നിക്കുന്ന ഒരു സമയമായിരുന്നു. കാരണം ഈ മാസം 20-ാം തീയതി ആ മേഖലയിൽ ഒരു കല്യാണം വരാൻ പോവുകയാണ്. അപ്പോൾ ആ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് ആ നാട്ടിലെ മുഴുവൻ ആളുകളും തയ്യാറാവുന്നു. അവിടെ ഒരു മുട്ടായി കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഈ അപകടം ഇങ്ങനെ ഈ ഉരുളിന്റെ രൂപത്തിൽ വന്ന് മൊത്തമായിട്ട് ആ നാടിനെ ഒന്നാകെ പിഴുതെറിയുന്നത്. അപ്പോൾ ആ നാട്ടിലെ 8 പേർ ഇപ്പോൾ ഒരുമിച്ച് ഒരു മണ്ണിൽ കിടക്കാൻ പോവുകയാണ്, അന്ത്യവിശ്രമം കൊള്ളാൻ പോവുകയാണ്. 8 പേർ ഒരുമിച്ചാണ് അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത്. ഈ 8 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഞാനിപ്പോൾ നിൽക്കുന്ന മേപ്പാടി APJ അബ്ദുൽ കലാം ആസാദ് കോംപ്ലക്സിൽ താൽക്കാലികമായി തയ്യാറാക്കിയിട്ടുള്ള ഈ മോർച്ചറിയിൽ നിന്ന് ഈ 8 പേർ ഇപ്പോൾ യാത്രയാവുകയാണ്. ഒരുമിച്ചാണ് യാത്രയാകുന്നത്. പഞ്ചായത്ത് പ്രതിനിധികളാണ് ഈ മൃതദേഹങ്ങളെ അനുഗമിക്കുന്നത്. ഓരോ ആംബുലൻസിലും 2 പഞ്ചായത്ത് പ്രതിനിധികൾ എന്ന നിലയിലാണ് ഈ ആംബുലൻസ് ഇവിടെ നിന്നും പുത്തുമലയിലേക്ക് പോവുക. പുത്തുമലയിൽ അവിടെ സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങളുമുണ്ട്. ഇവിടെ ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്ന മുഴുവൻ മന്ത്രിമാരും ഇതിനോടകം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്കൊപ്പം ഈ പഞ്ചായത്ത് പ്രതിനിധികളും അതുപോലെ തന്നെ പോലീസും അനുഗമിക്കും. ഇപ്പോൾ റോഡെല്ലാം ക്ലിയർ ചെയ്യുകയാണ്. അതിന്റെ ഒരു കാലതാമസം മാത്രമേ ഇനി ആവശ്യമായിട്ടുള്ളൂ. ബാക്കി എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞു. കാരണം പഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം ലഭിച്ചു കഴിഞ്ഞു. സർക്കാരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷ്യപത്രം ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാ സർക്കാർ സംവിധാനങ്ങളുടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഈ വാഹനങ്ങൾ, അതായത് ആംബുലൻസുകൾ ഇവിടെ നിന്ന് പോകേണ്ടത് മാത്രമേ ഉള്ളൂ. ഈ 8 പേർ ഒരുമിച്ച് അവരുടെ എല്ലാ പ്രതീക്ഷകളും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും വെടിഞ്ഞുകൊണ്ട് ഈ 8 പേർ ഒരുമിച്ച് യാത്രയാവുകയാണ്. അവർ ഒരുപക്ഷെ പരസ്പരം സുഹൃത്തുക്കളാകാം, ഒരുപക്ഷെ ബന്ധുമിത്രാദികളാകാം, ബന്ധുക്കളാകാം, അങ്ങനെ ഒരുപക്ഷെ അവർക്ക് നന്നായിട്ട് അറിയുന്നവരാകാം, അല്ലെങ്കിൽ അയൽവാസികളാകാം. അങ്ങനെ എല്ലാമായിട്ടുള്ള 8 പേരാണ് ഇപ്പോൾ ഇവിടെ നിന്നും യാത്രയാകുന്നത്. പക്ഷേ അതാരാണെന്നോ എന്താണെന്നോ നമുക്കാർക്കും തന്നെ അറിയില്ല. കാരണം നമുക്കറിയാം, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്ന, ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളും ഒക്കെ ഉണ്ടായിരുന്ന ആ 8 പേരാണ്. ആ 8 പേർ മരിച്ചപ്പോൾ അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങിയപ്പോൾ അവരെ ആർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അത് നമ്മളെ സംബന്ധിച്ച് ഏറെ വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇന്നും ഇന്നലെയും ഒക്കെ കാണുന്നുണ്ട് അത്തരം ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ അത്തരം ആളുകൾ, അത്തരം മനുഷ്യരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. കാരണം സ്വന്തം ബന്ധുക്കളെയും അല്ലെങ്കിൽ സ്വന്തം മകനെയും മകളെയും ഉമ്മയെയും ഉപ്പയെയും പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് മനുഷ്യ ജീവിതങ്ങളെ നമ്മൾ ഇവിടുത്തെ വിവിധ ക്യാമ്പുകളിൽ കാണുന്നുണ്ട്. അത്തരത്തിൽ 8 പേരാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഒരുമിച്ച് യാത്രയാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറെ വേദന ജനിപ്പിക്കുന്ന കാഴ്ചയാണ്. നമുക്ക് ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് നോക്കി നിൽക്കാനോ അല്ലെങ്കിൽ നമുക്ക് സഹിക്കാവുന്നതിനോ അപ്പുറമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമ്മളിപ്പോൾ ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യർ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ്. അവരെ അതിജീവിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മളേവരും, കേരളം ഒന്നാകെ ഒറ്റക്കെട്ടായിട്ട് തയ്യാറായി അത്തരം അവരെ അതിജീവിപ്പിക്കാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ്. അതിനിടയിലാണ് ഈ 8 മൃതദേഹങ്ങൾ ഇപ്പോൾ പുത്തുമലയിലേക്ക്
കൊണ്ടുവരാൻ പോകുന്നത്. ആംബുലൻസുകളിലായിട്ടാണ് കൊണ്ടുവരുന്നത്. ഇതിനോടകം അവിടെ മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇതിൽ 9 മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും. അതിൽ ഒരു മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹമാണ്. ആ മൃതദേഹവും ഇതിനൊപ്പം തന്നെ സംസ്കരിക്കും. ബാക്കി മൃതദേഹങ്ങളാണ് അല്പസമയത്തിനകം ഇവിടെ നിന്ന് പുറപ്പെടുക. ഇപ്പോൾ ഈ താൽക്കാലികമായി തയ്യാറാക്കിയിട്ടുള്ള ഈ മോർച്ചറിയിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ ഇറക്കി ആംബുലൻസുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. പോലീസ് വാഹനങ്ങൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിന്റെ അധികാരികൾ അല്ലെങ്കിൽ പുത്തുമലയിലേക്ക് പോവുകയാണെന്ന് ഷഹദ് പറയുകയാണ്. വല്ലാത്ത വേദനയുള്ള കാഴ്ചയാണ്. ഇവിടെ തെരച്ചിൽ തുടരുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ഇനി കിട്ടുന്ന മൃതദേഹങ്ങളിലൊക്കെ ഇപ്പം ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ചാലിയാറിലെ മൃതദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു. അതും സമാനമാണ് അവസ്ഥ. വലിയ വേദനയാണ്. തിരിച്ചറിയപ്പെടാതെ പോവുക എന്ന് പറയുന്നത് ഉറപ്പായും അവർ ബന്ധുക്കൾക്കൊക്കെ വലിയ വേദന. അപ്പോൾ പോലും കുറേയധികം ആളുകൾ അവിടെ ഉണ്ട്. തങ്ങളുടെ ബന്ധുക്കളാണോ, ഒരുപക്ഷെ ഈ അന്ത്യോറക്കത്തിലേക്ക് പോകുന്ന ബന്ധുക്കളാണോ, അവരുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാവുന്ന ഉദ്ദേശത്തിൽ ഇപ്പോഴും ആളുകൾ അവിടെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സജോ ദേവസ്യ അവിടെ തുടരുന്നുണ്ട്. സജോ, ബാക്കി അവിടുത്തെ പ്രക്രിയയൊക്കെ പൂർത്തിയാവുകയല്ലേ? ഈ മൃതദേഹങ്ങൾ എത്തിയാൽ ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയല്ലേ? ഹാഷ്മി, വൈകാതെ തന്നെ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും യഥാർത്ഥത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് എത്തിച്ചാൽ ഉടൻ തന്നെ ആദ്യം നടക്കുക സർവ്വമത പ്രാർത്ഥനയാണ്. അവിടെ മേപ്പാടി മഹലിലെ ഖത്തീബ് കൂടിയായി അവിടുത്തെ ചുമതല വഹിക്കുന്ന ആൾ, ഒപ്പം അവിടെ മേപ്പാടിയിലെ മാരിയമ്മൻ കോവിലിലെ കർമ്മി, ഒപ്പം ചൂരമല സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ പള്ളി വികാരി എന്നിങ്ങനെ വിവിധങ്ങളായ പുരോഹിതർ ഇവിടെയുണ്ട്. അവർ പ്രാർത്ഥനകൾ, അവർക്ക് പ്രത്യേകം സമയം നൽകും, പ്രാർത്ഥനകൾ നടത്തും. മൃതദേഹങ്ങളെല്ലാം അതിനുവേണ്ടി ഒരു പ്രത്യേക ക്രമീകരണങ്ങൾ, ഇവിടെ ഒരു പ്ലാറ്റ്ഫോം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്, അവിടെ എത്തിക്കും. അതിനുശേഷമായിരിക്കും ഈ പ്രാർത്ഥനകൾ നടത്തുക. പിന്നീട് തുടർന്ന് നേരെ കുഴിമാടങ്ങളിലേക്ക് എടുക്കുകയാകും ചെയ്യുക. നമ്മുടെ നാടിനെ സംബന്ധിച്ച് സമാനതകളില്ലാത്ത അല്ലെങ്കിൽ മുൻ അനുഭവങ്ങളില്ലാത്ത ഒരു വൈകാരികതയാണ്. മുൻപ് കോവിഡ് മഹാമാരി കാലത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഷെയർ ചെയ്തു വന്ന ചിത്രങ്ങളുണ്ട്. അതിനെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് മുൻ അനുഭവങ്ങളില്ല. യഥാർത്ഥത്തിൽ ഈ സ്ഥലം എന്നത് മറ്റൊരു സങ്കട ഓർമ്മയുടെ സ്ഥലം കൂടിയാണ്. ആ സ്ഥലത്തിന് മുകളിലാണ് നമ്മുടെ ഈ സഹോദരങ്ങൾക്ക് നിത്യവിശ്രമത്തിന്, അന്ത്യവിശ്രമത്തിന് അവസരം ഒരുക്കുന്നത്. 64 സെന്റ് സ്ഥലമാണ്. ഹാരിസൺ മലയാളത്തിൻ്റെ ഭൂമിയാണ്. മുൻപ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഉരുൾപൊട്ടി കുറേ ജീവിതങ്ങളിലേക്ക് ദുരിതം വിതച്ച് പോയ ആളുകൾ ഒഴിഞ്ഞുമൊക്കെ പോയ ഒരു സ്ഥലം കൂടിയാണ്. അത്തരമൊരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ അന്ത്യവിശ്രമത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതുകൂടി കാണണം. ഇവിടെ വരുമ്പോൾ യഥാർത്ഥത്തിൽ കുറേയധികം അനേകം മനുഷ്യരുമായി നമ്മൾ സംസാരിച്ചു. ഇവിടെ അനേകം സന്നദ്ധ പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോൾ മന്ത്രിമാരുടെ ഒരു സംഘം തന്നെ യഥാർത്ഥത്തിൽ ഇവിടെയുണ്ട്. അങ്ങനെ വിവിധങ്ങളായ മനുഷ്യരുണ്ട്. ആ കൂട്ടത്തിൽ അനേകം മനുഷ്യരുമായി നമ്മൾ സംസാരിച്ചു. അവരൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലുമാണോ ഈ കൂട്ടത്തിൽ, അതായത് തിരിച്ചറിയപ്പെടാതെ പോയ ആ സഹോദരങ്ങളിൽ തങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലുമാണോ, തങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ എന്ന സംശയത്തോടു കൂടിയൊക്കെ ഇവിടെയുണ്ട്. അങ്ങനെയാകുമെങ്കിൽ ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും, സാന്നിധ്യം കൊണ്ടെങ്കിലും, ഒരു അന്തിമോപചാരം കൊണ്ടെങ്കിലും അവർക്ക് വിട നൽകുക എന്ന ആഗ്രഹത്തോടു കൂടി മണിക്കൂറുകളായി ഇവിടെ കാത്തു നിൽക്കുന്ന അനേകം മനുഷ്യരെ കാണാൻ കഴിഞ്ഞു, അവരോട് സംസാരിക്കാൻ കഴിഞ്ഞു. അവരുടെ ആ യഥാർത്ഥത്തിൽ അങ്ങേയറ്റം വൈകാരികമായ മുഹൂർത്തമാകുന്നത് അതുകൊണ്ടാണ്. തിരിച്ചറിയപ്പെടുക, ആദരപൂർവ്വമുള്ള വിടവാങ്ങൽ ലഭിക്കുക എന്നത് ഒരു മിനിമം നീതിയാണ്. ആ നീതി യഥാർത്ഥത്തിൽ നമ്മൾ അവർക്ക് നൽകുന്നു. അതോടൊപ്പം തന്നെ കുറേ മനുഷ്യരുടെ വേദനകൾ കേൾക്കാൻ കഴിഞ്ഞു. അവരൊക്കെ കുറേ പേരോട് ഞാൻ സംസാരിച്ചു. അവർ സഹോദരിയെ നഷ്ടപ്പെട്ടവർ, കുടുംബക്കാരെ നഷ്ടപ്പെട്ടവർ, മക്കളെ നഷ്ടപ്പെട്ടവർ, അങ്ങനെ കുറേയധികം മനുഷ്യർ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നു ഈ ചടങ്ങിൽ പങ്കാളിയാകാൻ എന്നതാണ് ഇത് നമ്മെ അങ്ങേയറ്റം ദുഃഖിപ്പിക്കുന്ന വൈകാരിക മുഹൂർത്തമായി മാറുന്നത് അതുകൊണ്ട് കൂടിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാണ്. ഇവിടെ വന്നാൽ ആദ്യം സർവ്വമത പ്രാർത്ഥന, അതിനുശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും.